ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പങ്കെടുക്കുന്നവരും കേൾക്കുന്നവരും മറ്റുള്ളവരെ കേൾപ്പിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കാലത്തെയും വൈകുന്നേരത്തെയുമുള്ള ശുശ്രൂഷാക്രമത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ഉപയോഗിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നമുക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയിങ്കലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. അവിടുത്തെ ശക്തിയാലും ജ്ഞാനത്താലും സകലത്തെയും സൃഷ്ടിക്കുകയും ഞങ്ങളുടെ രക്ഷിതാവായിരിക്കാൻ അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് നൽകുവാൻ തൊക്കോണം ലോകത്തെ സ്നേഹിക്കുകയും ചെയ്ത പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി ഉണ്ടാകട്ടെ. പാവൊഴികെ സകലത്തിൽ ഞങ്ങൾക്ക് തുല്യമായി തീർന്നവനും ഞങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും ഞങ്ങളുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത പുത്രനായ ദൈവമേ, അങ്ങേക്ക് സ്തുതി ഉണ്ടാകട്ടെ. സകല സത്യത്തിൽ ഞങ്ങളെ വഴി നടത്തുകയും ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകരുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി ഉണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അവിടത്തേക്ക് സകല മഹത്വവും സ്തുതിയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ പരിശുദ്ധവചനം ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതിനാൽ ഞങ്ങൾ അവിടുത്തെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും അങ്ങയുടെ കൃപാവരങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. നമുക്ക് നമ്മുടെ പാപങ്ങളെ, കുറവുകളെ, ബലഹീനതകളെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറയാം. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാവൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. യേശുനാഥൻ
ആരാധനക്രമത്തിലെ 4ാമത്തെ പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവമേ, വിചാരത്തിലും വാക്കിലും ക്രിയയിലുമുള്ള ഞങ്ങളുടെ കഠിന കുറ്റ നിമിത്തം ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് തിരുമുമ്പാകേറ്റ് പറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ സകല പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിച്ച് സകല ദോഷത്തിൽ ഞങ്ങളെ വിടുവിച്ച് സകലന്മേലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിത്യജീവങ്കിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. ആമേൻ. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവവും ലക്ഷണമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപച്ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നുവെങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശുക്രിസ്തുവിന്റെ ബഹുമാനത്തിനായിട്ട് നിന്റെ മഹാകരുണയോടുകൂടിയ കനിവുകൊണ്ട് ഞങ്ങളെ അഴിച്ചുവിടണമേ. ആമേൻ. കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ഇന്നത്തേക്കുള്ള പ്രത്യേക പ്രാർത്ഥന. പട്ടത്വ ശുശ്രൂഷ ക്രിസ്തുവിന്റെ മുറിവുകളാൽ അടയാളപ്പെടുത്തിയത്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാറയും വീണ്ടെടുക്കുവാനുമായ ദൈവമേ, ക്രിസ്തുവിന്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടിയും പരിശുദ്ധാത്മാവ് സഹായത്താൽ സഭയിലൂടെ നിർവഹിക്കുന്ന വൈവിധ്യമാർന്ന ശുശ്രൂഷകൾക്കായി ഞങ്ങൾ അവിടത്തേക്ക് സ്തോത്രം അർപ്പിക്കുന്നു. പട്ടക്കാരായ നിന്റെ സേവകർ നേരോടും വിശ്വസ്തയോടും സമർപ്പണത്തോടും തങ്ങളുടെ ശുശ്രൂഷകൾ നിർവഹിക്കാൻ സഹായിക്കണമേ. ജാഗ്രതയോടെ ക്രിസ്തുവിനെ അനുകരിച്ച് നല്ല ഇടയന്മാരായി തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ നയിക്കുവാനും കാത്തു സൂക്ഷിക്കുവാനും അവരെ സഹായിക്കണമേ. അവിടെ ശുശ്രൂഷയിലൂടെ അവിടുത്തെ നാമമഹത്വപ്പെടുമാറാകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന 1-ാം വേദഭാഗം 1 ശമൂവേൽ 22-ാം അധ്യായം 12 മുതൽ 23 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങൾ ശ്രവിപ്പിക്കും. 1 Samuel chapter 22 verses 12 to 23. അപ്പോൾ ശൗൽ അഹീതൂബിന്റെ മകനെ കേൾക്കുക എന്ന് കൽപ്പിച്ചു. തിരുമേനി, അടിയൻ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ശൗൽ അവനോട്, ഇശായിയുടെ മകൻ ഇന്ന് എനിക്കായി പതിയിരിക്കുവാൻ തുനിയത്തക്ക വിധം അവന് അപ്പവും വാളും കൊടുക്കുകയും അവന് വേണ്ടി ദൈവത്തോട് യാചിക്കുകയും ചെയ്തതിനാൽ നീയും അവനും എനിക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കിയത് എന്തിന് എന്ന് ചോദിച്ചു. അഹിമേലെക്ക് രാജാവിനോട്, തിരുമനസിലെ സകല ഭൃത്യന്മാരിലും വെച്ച് ദാവീദിനോളം വിശ്വസ്തൻ ആരുണ്ട്? അവൻ രാജാവിൻ്റെ മരുമകനും അവിടുത്തെ ആലോചനയിൽ ചേരുന്നവനും രാജധാനിയിൽ മാന്യനും ആകുന്നുവല്ലോ. അവന് വേണ്ടി ദൈവത്തോട് ചോദിക്കാൻ ഞാൻ ഇപ്പോഴോ തുടങ്ങിയത്? അങ്ങനെയല്ല, രാജാവ് അടിയൻ്റെ മേലും അടിയൻ്റെ പിതൃഭവനത്തിന്മേലും കുറ്റം ഒന്നും ചുമത്തരുതേ. അടിയൻ ഇതിലെങ്ങും യാതൊന്നും അറിഞ്ഞവനല്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ രാജാവ് അഹീമേലെക്ക്, നീ മരിക്കണം, നീ നിന്റെ പിതൃഭവനമൊക്കെയും തന്നെ എന്ന് കൽപ്പിച്ചു. പിന്നെ രാജാവ് അടുത്തു നിൽക്കുന്ന അകമ്പടികളോട് ചെന്ന് യഹോവയുടെ പുരോഹിതന്മാരെ കൊല്ലുവിൻ, അവരും ദാവീദിനോട് ചേർന്നിരിക്കുന്നു. അവൻ ഓടിപ്പോയത് അവർ അറിഞ്ഞിട്ടും എന്നെ അറിയിച്ചില്ലല്ലോ എന്ന് കൽപ്പിച്ചു. എന്നാൽ യഹോവയുടെ പുരോഹിതന്മാരെ കൊല്ലുവാൻ കൈ നീട്ടുന്നതിന് രാജാവിൻ്റെ ഭൃത്യന്മാർ തുനിഞ്ഞില്ല. അപ്പോൾ രാജാവ് ദോവേഗിനോട്, നീ ചെന്ന് പുരോഹിതന്മാരെ കൊല്ലുക എന്ന് കൽപ്പിച്ചു. ഏദോമീനായ ദോവേഗ് ചെന്ന് പുരോഹിതന്മാരെ വെട്ടി പഞ്ഞിനൂല് കൊണ്ടുള്ള ഏഫോദ് ധരിച്ച 85 പേരെ അന്ന് കൊന്നുകളഞ്ഞു. പുരോഹിത നഗരമായ നോബിൻ്റെ പുരുഷന്മാർ, സ്ത്രീകൾ, ബാലന്മാർ, ശിശുക്കൾ, കാള, കഴുത, ആട് എന്നിങ്ങനെ ആ സകലം വാളിൻ്റെ വായ്തലയാൽ അവൻ സംഹരിച്ചു കളഞ്ഞു. എന്നാൽ അഹീതൂബിൻ്റെ മകനായ അഹീമേലെക്കിൻ്റെ പുത്രന്മാരിൽ അബ്യാഥാർ എന്നൊരുവൻ തെറ്റിയൊഴിഞ്ഞു, ദാവീദിൻ്റെ അടുക്കൽ ഓടിപ്പോയി. ശൗൽ യഹോവയുടെ പുരോഹിതന്മാരെ കൊന്ന വിവരം അബ്യാഥാർ
ദാവീദിനെ അറിയിച്ചു. ദാവീദ് അബ്യാഥാരിനോട്, ഏദോമീനായ ദോവേഗ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ശൗലിനോട് അറിയിക്കും എന്ന് അന്ന് തന്നെ നിശ്ചയിച്ചു. നിന്റെ പിതൃഭവനത്തിനെല്ലാം ഞാൻ മരണത്തിന് കാരണമായല്ലോ. എൻ്റെ അടുക്കൽ പാർക്കുക, ഭയപ്പെടേണ്ട. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവൻ നിനക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. എങ്കിലും എൻ്റെ അടുക്കൽ നിനക്ക് നിർഭയവാസമുണ്ടാകും എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒന്നാം പാഠം വായിച്ച് അവസാനിക്കുന്നു. Let us read Psalm 56 responsibly. Psalm 56. Be merciful to me, O God, for men hotly pursue me. All day long they press their attack. My slanderers pursue me all day long. Many are attacking me in their pride. When I am afraid, I will trust in you. In God, whose word I praise, in God I trust. I will not be afraid. What can mortal man do to me? All day long they twist my words. They are always plotting to harm me. They conspire, they lurk, they watch my steps, eager to take my life. On no account let them escape. In your anger, O God, bring down the nations. Record my land, list my tears on your scroll. Are they not in your record? Then my enemies will turn back when I call for help. By this time I will know that God is for me. In God, whose word I praise, in the Lord, whose word I praise. In God I trust. I will not be afraid. What can man do to me? I am under vows to you, O God. I will present my thanks offerings to you. Let us read together. For For you have delivered me from death, and my feet from stumbling, that I may walk before God in the light of life. Glory be to the Father, and to the Son, and to the Holy Spirit, As it was in the beginning, is now, and ever shall be, world without end. Amen. Today's second lesson is taken from Galatians chapter 6 verses 11 to 18. Galatians chapter 6 verses 11 to 18. See what large letters I use as I write to you with my own hand. Those who want to make a good impression outwardly are trying to compel you to be circumcised. The only reason they do this is to avoid being persecuted for the cross of Christ. Not even those who are circumcised obey the law, yet they want you to be circumcised, that they may boast about your flesh. May I never boast except in the cross of our Lord Jesus Christ, through which the world has been crucified to me, and I to the world. Neither circumcision and uncircumcision means anything. What counts in a new creation? Peace and mercy to all who follow this, even to the Israel of God. Finally, let no one cause me trouble, for I bear on my body the marks of Jesus. The grace of our Lord Jesus Christ be with your spirit, brothers. Amen. ഇന്നത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷ വേദഭാഗം യോഹന്നാൻ സുവിശേഷം 21 അധ്യായം 15 വാക്യം മുതൽ 19 വാക്യം വരെ. The Gospel according to Saint John, chapter 21, verses 15 to 19. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്നവൻ അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്ക എന്നവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവെ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എന്റെ ആടുകളെ മേയ്ക്കാം. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളയിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക്
നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. ഇന്നേക്കുള്ള പ്രത്യേക പ്രാർത്ഥന. ബർത്ത്ഡേസ്: ലിസി ദിനേശ്, റബേക്ക റൂബൻ. ഈ പ്രിയപ്പെട്ടവരെയും പ്രത്യേകിച്ച് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെയും വെള്ളപ്പൊക്കത്തിന്റെ കെടുതിയാൽ പലയിടങ്ങളിലും സങ്കീർണമായ പ്രശ്നങ്ങൾ, ജീവിതങ്ങൾ, സമ്പത്തുകൾ ഒഴുകിപ്പോകുന്ന അവസ്ഥയിൽ ദുഃഖിക്കുന്ന ജനങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പട്ടത്വ ശുശ്രൂഷയെ ഓർക്കാം. പരിശീലനത്തിൽ ഏർപ്പെടുന്നവർ, പരിശീലനത്തിന് നേതൃത്വം കൊടുക്കുന്നവർ, അതിലേക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ, മനസ്സ് തുറന്ന് സഹായിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ദൈവകരത്തിൽ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നന്ദിയോടുകൂടി ദൈവസന്നിധിയിൽ നമ്മുടെ സ്തുതിയെയും സ്തോത്രത്തെയും നമുക്ക് അർപ്പിക്കാം. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീയെന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീയെന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവമായ കർത്താവേ, സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ തിരുസന്നിധിയിലേക്ക് വരുന്നു. കർത്താവെ, ഒരു വലിയ സമൂഹത്തെ പ്രതിനിധീകരിച്ച് അടിയൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ സങ്കടങ്ങളും ഭാരങ്ങളും അങ്ങ് കാണണമേ. അതോടൊപ്പം തന്നെ ദൈവം ഓരോ നിമിഷവും നടത്തുന്ന കൃപകളെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ വീണ്ടും അവിടുത്തെ കരുണയുടെ സ്നേഹത്തിന്റെ സ്പർശനം നൽകണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന അവിടുത്തെ മക്കളെ അങ്ങ് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ജീവിതം ഏറ്റവും അനുഗ്രഹകരമായി ഇരുപ്പാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കൃപകളും നന്മകളും അവരുടെ ഭവനത്തിന് അങ്ങ് നൽകണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ദാനം ചെയ്ത വർഷത്തിനായി, പുതിയ വർഷത്തിനായി ദൈവത്തിന് സ്തോത്രം. ദീർഘായുസ്സുകൊണ്ട് നിറയ്ക്കണമേ. വെള്ളപ്പൊക്കത്തിന്റെ കെടുതിയാൽ കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവർ ഓർക്കുന്നു. കർത്താവേ, അനേകം ജീവിതങ്ങൾ ഒലിച്ചു പോയിരിക്കുന്ന അവസ്ഥ, നഷ്ടപ്പെട്ട അവസ്ഥ മനസ്സിലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാധാരണക്കാരായ വ്യക്തികളെയും പാവപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവർ അനുഭവിക്കുന്ന ദാരിദ്ര്യം, ദുഃഖം, പ്രയാസം, പ്രതിസന്ധി കർത്താവേ ദൈവത്തിന്റെ കരത്തിലേക്ക് തരുന്നു. ആ ഒരു ദാരിദ്ര്യത്തിന്റെ ഇല്ലായ്മയുടെ അനുഭവത്തിലേക്ക് ലോകത്തെ നയിക്കരുതേ എന്ന് ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിലക്കയറ്റത്തിന്റെ കെടുതിയാലും സാമ്പത്തിക ഞെരുക്കങ്ങളാലും ജനം ഭാരപ്പെടുമ്പോൾ മനസ്സരിയണമേ കർത്താവേ. പ്രത്യേകിച്ച് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ സംശയത്തിലും ഭാരത്തിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. പലയിടത്തും രോഗത്തിന് കുറവ് വന്നിട്ടില്ല. കർത്താവെ, ചിലയിടങ്ങളിൽ വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലിയണമേ. ഈ രോഗത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ തക്ക ഇമ്മ്യൂണിറ്റി കർത്താവെ, എൻ്റെ ശക്തി ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ എന്ന് ഞങ്ങളെങ്ങോട് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പട്ടത്വ ശുശ്രൂഷ ഓർക്കുന്നു. പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും പരിശീലിപ്പിക്കുന്നവരെയും
കർത്താവിന് ഉള്ള സ്ഥാപനങ്ങളെയും സെമിനാരികളെയും ബൈബിൾ കോളേജുകളെയും അപ്പൻ്റെ കരത്തിലേക്ക് തരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവെ അവരെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്നെങ്കിലും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രോജക്റ്റിന് വളരെ താഴ്മയോടുകൂടി, വളരെ വിനയത്തോടുകൂടി, വളരെ പ്രതീക്ഷയോടുകൂടി തരികയാണ് കർത്താവെ. നീ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനങ്ങൾ ഒരു മനസ്സോടുകൂടി ഭിന്നതയില്ലാതെ കർത്താവെ ഒരുമിച്ച് പ്രവർത്തിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ ശുശ്രൂഷകൾക്ക് വേണ്ടി ഞങ്ങളെ വിളിച്ച് അവിടുത്തെ വയൽപ്രദേശത്താക്കിയിരിക്കുന്ന ഞങ്ങളുടെ കർത്താവെ, ബലഹീനരായ ഞങ്ങൾ അവിടുത്തെ ബലം പ്രാപിച്ചുകൊണ്ട് പ്രവർത്തിപ്പാൻ ഞങ്ങൾ സഹായിക്കണമേ. അടിയനും പെട്ടത്തെ ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാൻ ദൈവത്തിൻ്റെ കൃപ ചൊരിഞ്ഞതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പറയുന്നു. അവിടുത്തെ ശക്തിയും കൃപയും അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ബലഹീനതകളെല്ലാം പുറത്തു തരണമേ, കൃപയിൽ സൂക്ഷിക്കണമേ. ഇന്നത്തെ വചനം ഞങ്ങൾക്ക് അനുഗ്രഹകരമായിരിക്കാൻ അങ്ങ് സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പട്ടത്വ ശുശ്രൂഷ ക്രിസ്തുവിന്റെ മുറിവുകളാൽ അടയാളപ്പെടുത്തിയത്, ഓർഡൈൻഡ് മിനിസ്ട്രി മാർക്ഡ് ബൈ ദ വൂൺസ് ഓഫ് ക്രൈസ്റ്റ് എന്ന ആ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ചില ചിന്തകൾ ഇന്ന് നമുക്ക് പങ്കുവയ്ക്കാനായി ശ്രമിക്കാം. എല്ലാ മതങ്ങളിലും അതിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന വ്യക്തികളുണ്ട്. പലതരത്തിലുള്ള പേരുകൾ അവർക്കുണ്ട്. പൂജാരി എന്നോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് പദങ്ങളോ അവരുടെ ശുശ്രൂഷകന് നൽകിയിട്ടുണ്ട്. എന്നാൽ സഭയിലെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് പട്ടക്കാരെന്നോ ചർച്ച് പ്രീസ്റ്റെന്നോ റോമൻ കത്തോലിക്ക ട്രഡീഷണൽ ഫാദർ എന്നോ ഒക്കെ സംബോധന ചെയ്യുന്നു. ഈ പട്ടത്വം എന്ന പദം ഓർഡിനേഷൻ എന്ന ആ ഇംഗ്ലീഷ് പദത്തിന്റെ അർത്ഥമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓർഡൈൻ എന്ന വാക്കിന്റെ മറ്റ് പദങ്ങൾ ടു സെറ്റ് ആൻ ഓർഡർ, ടു അറേഞ്ച് അക്കോർഡിംഗ് ടു ദ റൂൾ, ടു റെഗുലേറ്റ് ഓർ ടു എസ്റ്റാബ്ലിഷ് എന്നീ അർത്ഥങ്ങൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നു. ടു റെഗുലേറ്റ് ഓർ എസ്റ്റാബ്ലിഷ് ബൈ അപ്പോയിന്റ്മെന്റ് ഡിഗ്രി ഓർ ലോ, ടു കോൺസ്റ്റിറ്റ്യൂട്ട്, അപ്പോയിന്റ്മെന്റ് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പദങ്ങളും ഈ ഓർഡിനേഷൻ അല്ലെങ്കിൽ ഓർഡൈൻ എന്ന പദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. A presbyter is to ordain or to set apart for an office. ഒരു ദൗത്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ചുമതല, സ്ഥാനം, ഇതിനെയൊക്കെയാണ് ഈ പട്ടത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ നമ്മൾ ഒന്നുകൂടെ ഈ മേലുദ്ധരിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ചിന്തിച്ചാൽ, ആലയത്തിലെ ആരാധന നയിക്കുവാനും ശുശ്രൂഷ സംബന്ധമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുവാനും കൂദാശകൾ നടത്തുവാനും ക്രിസ്തീയ ധർമ്മത്തിന്റെ ആധികാരികത അനുസരിച്ച് പ്രവൃത്തികൾ ചെയ്യുവാനും മേൽപ്പട്ടക്കാരും മറ്റ് മുതിർന്ന പട്ടക്കാരും ചേർന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് കൈവച്ച് സമർപ്പിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് പട്ടത്വ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതൊരു സെറമണിയിലൂടെ, ഒരു ആരാധനയിലൂടെ ആ ദൗത്യം ഏൽപ്പിക്കപ്പെടുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായി ഒരു പട്ടക്കാരന് വേണ്ടത് ദൈവകൃപയും പരിശുദ്ധാത്മാവിന്റെ സഹായവും ആണ് എന്ന് നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായി സാധിക്കും. സെമിഖ എന്ന എബ്രായ പദം ഓഡേൻ എന്ന വാക്കിന് പകരമുള്ളതാണ്. യഹൂദരുടെ നിയമം അനുസരിച്ച് യഹൂദ അറബിമാരെ നിയമിക്കുന്നതിന് ഈ പദം സെമിഖ എന്ന പദം ഉപയോഗിച്ചു. മോശ യോശുവയെ നിയമിച്ചപ്പോഴും ഈ പദം ആണ് ഉപയോഗിച്ചത്, സെമിഖ. പുതിയ നിയമത്തിൽ ഓർഡൈൻ ഓർ ഓർഡിനേഷൻ എന്ന പദവും തുല്യ അർത്ഥത്തിലാണ് നാം മനസ്സിലാക്കുന്നത്. സംഖ്യാപുസ്തകം 27, ആവർത്തന പുസ്തകം 34, അപ്പോസ്തല പ്രവൃത്തി 6:6 ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഈ ഒരു അർത്ഥമാണ് നമുക്ക് ലഭിക്കുന്നത്. 7 were ordained, അപ്പോസ്തല പ്രവൃത്തി 6:6 നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. എന്നാൽ ഈ ഓർഡിനേഷൻ എന്ന് പറയുന്നതിന് മറ്റ് പദങ്ങളുമുണ്ട്. കൈവയ്പിനാൽ 1 തീമോഥെയോസ് 4:14 മൂപ്പന്മാരുടെ കൈവയ്പോടുകൂടി പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കരുത്. അപ്പോൾ ഓർഡിനേഷൻ എന്ന് പറയുന്നത് കൈവയ്പിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഒരനുഭവമാണ്. ഓർഡിനേഷൻ കൺഫേഴ്സ് എ സ്പിരിച്വൽ ഗിഫ്റ്റ് ഓഫ് ഗ്രേസ്
ഇത് ഒരു വിദ്യാഭ്യാസം കൊണ്ടോ കുറച്ച് പ്രാക്ടീസ് കൊണ്ടോ നേടിയെടുക്കുന്ന ഒന്നല്ല. The spiritual gift, it is a grace. The God's grace is paramount. ഏറ്റവും ഉന്നതമായത് ദൈവത്തിന്റെ കൃപയാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഓർഡിനാരെ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഓർണേഷൻ എന്ന ഗ്രീക്ക് പദം ഉണ്ടായത്. ഇതിന്റെ അർത്ഥവും ഓർഡർ എന്ന പദത്തിന്റെ രൂപത്തിലാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഓർഡർ എന്ന വാക്കിൽ നിന്നാണ് ഓർഡിനേഷൻ ഉണ്ടായത്. എവരിത്തിങ് സെറ്റ് ഇൻ എ ഓർഡർ. നമ്മൾ വീണ്ടും മനസ്സിലാക്കും, ഓർഡിനേഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റഡ് വിത്ത് അതോറിറ്റി ടു ആക്ട്, പ്രവർത്തിക്കാനുള്ള ആധികാരികത, സകല അധികാരവും. യു ആർ ബ്രോട്ട് ഇൻ ടു ദ റിലീജിയസ് ഓർഡർ, മതപരമായ ഓർഡറിലേക്ക് കൊണ്ടുവരപ്പെടുന്ന ഒരു അനുഭവം. അപ്പോൾ ഇതില് കോൺസിക്രേറ്റഡ്, ഡെഡിക്കേറ്റഡ് ആൻഡ് ഡിക്രീഡ്, സമർപ്പിച്ചു, വിശുദ്ധീകരിച്ചു, പ്രഖ്യാപിച്ചു ഈ ശുശ്രൂഷ ചെയ്യുവാനായി അംഗീകരിക്കുന്ന ഒരനുഭവം അതിൽ നിന്ന് നമുക്ക് ഗ്രഹിച്ചെടുക്കാനായിട്ട് സാധിക്കും. പൗരോഹിത്യത്തിലേക്ക് അഹരോനെയും പുത്രന്മാരെയും മോശ അധികാരപ്പെടുത്തി എന്ന് പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം 29 വായിക്കുമ്പോൾ നാം ഗ്രഹിക്കുന്നു. അപ്പോൾ മോശയെ ശുശ്രൂഷിപ്പാനായിട്ട് വീണ്ടും 70 എൽഡേഴ്സിനെ നിയമിച്ചു. അപ്പൊ അങ്ങനെയുള്ള നിയമനങ്ങളിലും നമുക്ക് ഈ ഓർഡിനേഷൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ നിയമങ്ങളുടെ ക്രമം നോക്കിയാൽ ഓർഡിനേഷൻ ഓഫ് എ പ്രീസ്റ്റ് വാസ് ഗോഡ്സ് ചോയ്സ്. ദൈവത്തിന്റെ ചോയ്സ് ആണ് ഓർഡിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോശ ഇവിടെ ഇവരെ ഓർഡൈൻ ചെയ്തത് എന്ന് പറയുമ്പോൾ മോശ ഒരു മീഡിയേറ്റർ മാത്രമാണ്. ദൈവത്തിന്റെ സന്ദേശത്തിന്റെ അത് പ്രവർത്തിക്കുവാനുള്ള ഒരു മാധ്യമം മാത്രമാണ് മോശ എന്ന് പറയുന്നത്. അപ്പൊ മോശ നിയമിച്ചാലും ആത്യന്തികമായി ഈ നിയമത്തിന്റെ അതോറിറ്റി എന്ന് പറയുന്നത് ദൈവം തന്നെ ആണ്. അപ്പൊ എല്ലാ ഓർഡിനേഷനും ദൈവിക കാര്യങ്ങളുടെ നിയമനത്തിനും വ്യക്തികൾ അതിന്റെ മധ്യത്തിൽ നിൽക്കുന്നു എങ്കിൽ തന്നെയും ദൈവത്തിന്റെ നിയോഗത്താൽ മാത്രമേ ഓർഡിനേഷൻ കൊടുക്കുവാനായി സാധിക്കുകയുള്ളൂ എന്ന് സാരം. ലൂക്കോസ് സുവിശേഷം 9-1 10-1, മത്തായി 28-18, യോഹന്നാൻ 20-22, യോഹന്നാൻ 15-16. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ മർമ്മം നമ്മൾ ഗ്രഹിച്ചാൽ ഇത് ഈ അധികാരം ശിഷ്യന്മാർ അച്ചീവ് ചെയ്തതല്ല, അവരെ പരിശ്രമം കൊണ്ട് നേടിയെടുത്തതല്ല. ദൈവം ദാനം ചെയ്തതും നിയോഗിച്ചതും ശിഷ്യന്മാർ ആ അധികാരത്തിന് വിനയപ്പെട്ടതും വിധേയപ്പെട്ടതുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നു. ഇത്തരത്തിൽ ഓർഡിനേഷനെ കുറിക്കുന്ന 11 എബ്രായ പദങ്ങൾ പഴയ നിയമത്തിലും 21 ഗ്രീക്ക് പദങ്ങൾ അപ്പോക്രിഫായിലും, അതായത് നമ്മുടെ CSI ഉപയോഗിക്കുന്ന പുതിയ നിയമവും റോമൻ കാത്തലിക്കാർ ഉപയോഗിക്കുന്ന അപ്പോക്രിഫൽ മറ്റ് ഗ്രന്ഥങ്ങളും കൂടി ചേർന്ന ആ പുസ്തകത്തിൽ 21 ഗ്രീക്ക് പദങ്ങളിൽ ഈ ഓർഡിനേഷൻ എന്ന പദത്തെക്കുറിച്ച് രേഖയിലുണ്ട്. എന്നാൽ വീണ്ടും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ അപ്പോക്രിഫയിൽ 3 ലത്തിൻ പദങ്ങളും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പൊ ഈ പട്ടത്തത്തെ കുറിച്ച് പൗലോസ് പറയുന്നത് 1 തീമത്യോസ് 5-22 തീമത്യോസിനോട് പറയുന്നത്, യാതൊരുത്തന്റെ മേലും വേഗത്തിൽ കൈവയ്ക്കരുത്, യാതൊരുത്തന്റെ മേലും വേഗത്തിൽ കൈവയ്ക്കരുത്, പെട്ടെന്ന് പിടിച്ച് ഓർഡിനേഷൻ ചെയ്യരുത്. അപ്പൊ അതിന് പ്രൊസീജിയർ ഉണ്ട്, അതിന്റെ രീതികളുണ്ട്, സഭ അത് അനുവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പൊ കൈവയ്പിലൂടെ ഇതിനെ പറയുന്ന അപ്പോസ്റ്റൽ സക്സഷൻ ആക്ട്, അപ്പോസ്തലന്മാരുടെ പിൻഗാമി തുടർച്ചയാണ്. പത്രോസ് കൈവച്ച്, അല്ലെങ്കിൽ പിന്നെ അതിനെ തുടർന്ന് പത്രോസ് കൈവച്ചവർ മറ്റുള്ളവരിലേക്ക് കൈവച്ച്, ഇങ്ങനെ ഈ കൈവയ്പ് ശുശ്രൂഷയിലൂടെ പട്ടത്വം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ഒരിക്കല് നോർത്ത് കേരള ഡയസിലെ പട്ടക്കാരനായ റവറൻ ഡോക്ടർ EP വിജയനച്ചൻ, ഒരുപക്ഷെ പഴയ ആളുകൾക്കൊക്കെ അദ്ദേഹത്തെ വളരെ പരിചയമുണ്ടായിരിക്കും. അദ്ദേഹം യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജ്, കേരള യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിലെ പഴയ വിവാഹം പ്രൊഫസറായിരുന്നു. അപ്പോൾ സൗത്ത് കേരള ഡയസിലെ ഒരു ഓർഡിനേഷനിൽ അദ്ദേഹം പ്രസംഗിച്ചു.
അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ എടുത്തതായ ഭാഗം എസേക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 3-ാം അധ്യായം 16 മുതൽ 21 വരെയും 33-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗത്തിൽ നിന്നാണ് അദ്ദേഹം ഈ പ്രസംഗത്തിനായി പാഠം തിരഞ്ഞെടുത്തത്. ആ പാഠത്തിൽ അദ്ദേഹം പട്ടത്വ ശുശ്രൂഷയെ ഒരു സെക്കുലർ വാച്ച്മാന്റെ ശുശ്രൂഷയോട്, ഒരു കാവൽക്കാരന്റെ ശുശ്രൂഷയോട് ബന്ധപ്പെടുത്തി അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, ഒരു പട്ടക്കാരൻ എന്ന് പറയുന്നത് എ പേഴ്സൺ, എ കോൾ ഫ്രം ഹി ഹിംസെൽഫ്, സ്വയമായിട്ട് വിളിയെ അംഗീകരിക്കുന്നവനായി തീരണം. അപ്പോ അവനത് അംഗീകരിക്കണം, അല്ല ആരെങ്കിലും പ്രേരിപ്പിച്ചു പോകുന്ന ഒന്നല്ല. മോശയ്ക്ക് ദൗത്യം ഏൽപ്പിച്ചപ്പോഴും മറ്റുള്ളവർക്ക് ദൗത്യം ഏൽപ്പിച്ചപ്പോഴും യേശുക്രിസ്തു അവരെ പിന്നാലെ നടന്നു, അവരെ ശക്തീകരിച്ചു, അംഗീകരിക്കുന്നതിന് സമയം കൊടുത്തു. ഇന്നത്തെ പത്രോസിനെ കുറിച്ചുള്ള അനുഭവം പറയുമ്പോഴും അത് തന്നെയാണ്. അതായത് ഈ ശുശ്രൂഷയെ അംഗീകരിക്കുക. രണ്ടാമതായിട്ട് എ കോൾ ഫ്രം ദ പീപ്പിൾ. അപ്പൊ ഞാൻ ഈ ശുശ്രൂഷ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എന്ന് അംഗീകരിച്ച് പുറപ്പെട്ട് ശുശ്രൂഷ ചെയ്താലും ജനങ്ങളുടെ അംഗീകാരം വേണം. വീണ്ടും അച്ഛൻ പ്രസംഗിച്ചു എ കോൾ ഫ്രം ഗോഡ്, ദൈവത്തിന്റെ വിളി ഉണ്ടായിരിക്കണം. ഈ 3 വിളിയും, എ പേഴ്സൺ call himself, an interpersonal understanding, an interpersonal knowledge, second a call from the people, and third a call from God. എസേക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 2-ാം വാക്യത്തിൽ ദേശത്തിലെ ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുരുഷനെ എടുത്ത് കാവൽക്കാരനായി നിയമിച്ചിരിക്കുന്നു. അതുപോലെ 33-7 മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേലിൻ ഗ്രഹത്തിന്റെ കാവൽക്കാരനായി വച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന വചനം കേട്ട് നീ അത് ജനത്തോട് പറയണം. 33-3 വാൾ വരുന്നത് കണ്ടിട്ട് കാഹളം ഊതി ജനത്തെ ഓർമ്മപ്പെടുത്തുക. അപ്പൊ 3 തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ, 3 തരത്തിലുള്ള വിളി ഒരു പട്ടക്കാരന് ഉണ്ടായിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഈ വാൾ വരുന്നത് കണ്ട്, അപകടം വരുന്നത് കണ്ട്, വാൾ ഈ സംഭവം കാഹളധ്വനിയിലൂടെ ജനത്തെ അറിയിക്കുമ്പോൾ ജനം കേട്ട് അനുസരിച്ച് കരുതിക്കൊണ്ടാൽ അവർക്ക് രക്ഷയുണ്ടാകും. എന്നാൽ ഈ വാച്ച്മാൻ കാഹളം ഊതുകയും ജനങ്ങൾ കരുതിക്കൊള്ളാതെയും ഇരുന്നാൽ അതിന്റെ ഫലം, അതിന്റെ കോൺസിക്വൻസ് ജനങ്ങൾ തന്നെ അനുഭവിക്കും. എന്നാൽ ഈ കാവൽക്കാരൻ രക്ഷ പ്രാപിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ അപകടം വരുന്നത് കാവൽക്കാരൻ കണ്ടിട്ട് ജനങ്ങളെ ബോധിപ്പിക്കാതിരുന്നാൽ, അവര് തകർന്നു പോയാൽ അവരെ നാശത്തിന്റെ ശിക്ഷ, അവർ രക്തത്തിന്റെ പ്രതിഫലം, അതിന്റെ ഉത്തരവാദിത്വം ഈ കാവൽക്കാരനോട് ചോദിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എത്ര ഉത്തരവാദിത്വപരമായ ഒരു ജോലിയാണ്. മോഡേൺ മീഡിയ ഒന്നും ഡെവലപ്പ് ചെയ്യാത്ത ഒരു കാലഘട്ടത്തിൽ ഈ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ജനത്തിന് അതിന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. നിങ്ങൾ കിഴക്കേക്കോട്ടയിൽ പോയിട്ടുണ്ടെങ്കിൽ, തിരുവനന്തപുരത്തുള്ള കിഴക്കേക്കോട്ടയിൽ അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട്. ആ മതിലിന്റെ മുകളിൽ ഇരിപ്പിടങ്ങളുണ്ട്. അതായത് കാവൽക്കാരന് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളുണ്ട് പലയിടത്തും. അവർക്ക് ഒളിഞ്ഞിരുന്ന് വസ്തുതകൾ ദൂരെ നിന്ന് വരുന്നത് കണ്ട് മനസ്സിലാക്കാനുള്ള ആ ഇരിപ്പിടങ്ങളുണ്ട്. ആ ഇരിപ്പിടങ്ങളിലിരുന്ന് മെസ്സേജുകൾ അറിയിക്കേണ്ടവരെ അറിയിക്കും. ആ ഒരു ക്രമം. അപ്പൊ ചിലയിടങ്ങളിലെല്ലാം ഈ കോട്ടകൾ സൂക്ഷിക്കുന്നതിനും ഉന്നതങ്ങളിൽ ഇരിക്കുന്നതിനും മാടങ്ങൾ കെട്ടി, പ്രത്യേക ഷെഡുകൾ, ഉന്നതമായ സ്ഥലങ്ങളിൽ മരത്തിന്റെ മുകളിലൊക്കെ ഷെഡുകൾ കെട്ടി വളരെ സൂക്ഷ്മതയോടുകൂടി വീക്ഷിക്കും. അവർക്ക് ഉറങ്ങാൻ സാധിക്കുകയില്ല, സ്വന്തം കാര്യം നോക്കാൻ സാധിക്കുകയില്ല. അവർ ഉത്തരവാദിത്തമുള്ളവരാണ്. അത് ഉത്തരവാദിത്തത്തോടുകൂടി ഈ ദൂത് ജനത്തെ അറിയിക്കുന്ന കാവൽക്കാരനെ കുറിച്ചാണ് പറയുന്നത്. അത് ശരിക്ക് ചെയ്തില്ല എങ്കിൽ ആ രക്തത്തിന്റെ പഴി ഈ കാവൽക്കാരൻ ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളത് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി അദ്ദേഹം പ്രസംഗിച്ചു. പ്രത്യേകിച്ച് ഈ ഭാഗത്തിൽ നിന്ന് നമുക്കത് ഗ്രഹിച്ചെടുക്കാനായിട്ട് സാധിക്കും. എത്ര ഉത്തരവാദിത്വമുള്ള ഒരു പ്രവൃത്തിയാണ് ഒരു പട്ടക്കാരന്റെ ശുശ്രൂഷ എന്ന് നാം ഓർത്തിരിക്കുക. ഒരുപക്ഷെ പലരും ഈ ശുശ്രൂഷയ്ക്ക് വരാത്തതും താല്പര്യം കാണിക്കാത്തതും ഒക്കെ ഈ അപകടം പതിയിരിക്കുന്നത് കൊണ്ടാണോ, ഇത്രമാത്രം ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ എന്നും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
ഈ CSA ഓർഡിനേഷൻ സർവീസ് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും ഈ 3 തരത്തിലുള്ള വിളിയും നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ഓർഡിനേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയാൻ പാടില്ല. കണ്ടിട്ടുള്ളവർക്ക് കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ഒരു ആരാധന അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ ബോധിപ്പിക്കുന്നു. ആദ്യമായിട്ട് കോൾ ഫ്രം ദ പീപ്പിൾ. ആദ്യ പടി പ്രസ്ബിറ്റന്മാർക്കോ ദിയാക്കന്മാർക്കോ ഈ ശുശ്രൂഷയിൽ പ്രവേശിപ്പിക്കുവാൻ അവരെക്കുറിച്ച് മാതൃസഭയിൽ നിന്നുള്ള റിപ്പോർട്ടും പ്രൊഫഷണലായിരുന്ന കാലത്ത് ഉള്ള റിപ്പോർട്ട് മേൽപ്പട്ടക്കാരൻ രേഖപ്പെടുത്തിയതും പരിശീലന കാലത്തുള്ള സെമിനാരിയുടെ ആ പഠന റിപ്പോർട്ടും എല്ലാം ചേർത്ത് ഒരു റിപ്പോർട്ട് പ്രത്യേകം നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തി വായിക്കുകയും ആ വായിക്കുന്നതനുസരിച്ച് അവന്റെ യോഗ്യത നിശ്ചയിക്കുകയും ഒടുവിൽ ബിഷപ്പ് ജനത്തോട് ചോദിക്കും, ഇവൻ യോഗ്യനാണ് എന്നുള്ളതാണോ എന്നുള്ള ജനത്തോട് ചോദിക്കും. അപ്പൊ ജനം ഇങ്ങനെ പറയും, ഇവർ യോഗ്യരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എ കോൾ ഫ്രം ദ പീപ്പിൾ. രണ്ടാമത് പിന്നെ ഏകദേശം ഒരു 12ഓളം ചോദ്യങ്ങൾ ചോദിക്കും. ദൈവത്തിന്റെ ഭാഗത്ത്, ദൈവത്തിന്റെ പ്രതിപുരുഷനായി ബിഷപ്പ് നിന്നുകൊണ്ട് ദൈവത്തിന്റെ ഭാഗത്തുള്ള ചോദ്യങ്ങളും അതുപോലെ ഈ കാൻഡിഡേറ്റ് അവൻ ഏറ്റുപറയേണ്ട, അവൻ മനസ്സിലാക്കിയിരിക്കേണ്ട ചില ചോദ്യങ്ങളും ഏകദേശം ഒരു 12ഓളം ചോദ്യങ്ങൾ ചോദിക്കും. ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം, നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നുവോ? ദൈവത്തോടും മനുഷ്യരോടും സ്നേഹം കൊണ്ടോ മനുഷ്യരുടെ രക്ഷയാണോ നിന്റെ ഉദ്ദേശം? പിന്നെ ബൈബിൾ തിരുവെഴുത്ത് രക്ഷയ്ക്ക് ഉതകുന്നതാണോ, മതിയാകുന്നതാണോ? അപ്പോസ്തല വിശ്വാസപ്രമാണവും നിഖ്യ വിശ്വാസപ്രമാണവും തിരുവെഴുത്തുകളിൽ കാണുന്ന വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുന്നതിന് സാധ്യതയുള്ളതാണോ? ബൈബിൾ വായനയും ധ്യാനവും പരിജ്ഞാനവും ഒക്കെ നീ മുഖമുദ്രയാക്കുമോ, തുടരുമോ? പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ദൈവകൃപയുടെ ആ സുവിശേഷം എല്ലാ മനുഷ്യരിലും സാക്ഷിക്കുവാൻ ഒരുക്കമുണ്ടായിരിക്കുമോ? മേൽവിചാരണയിലുള്ള ജനങ്ങളെ വിശ്വസ്തയോടുകൂടി വചനം പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും സാക്രമന്തുകൾ ആചരിക്കുകയും ചെയ്യുമോ? ആട്ടിൻകൂട്ടത്തിന്റെ വിശ്വസ്ത കാവൽക്കാരനായിരിക്കുമോ? സമാധാനം, സ്നേഹം, പാപികളുടെ മാനസാന്തരം ഇതൊക്കെ ആയിരിക്കുമോ നിന്റെ ശുശ്രൂഷയുടെ ഭാഗമെന്നുള്ളത്? ആത്മീയ വർധനയ്ക്കുള്ള നല്ല കാര്യവിചാരകനായിരിക്കുമോ? ഏറ്റവും ഒടുവിലായി ചോദിക്കുന്നത് ദക്ഷിണ ഇന്ത്യ സഭയുടെ ശിക്ഷണം, വിധേയത്വം, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നീ ബദ്ധശ്രദ്ധനായിരിക്കുമോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ. എല്ലാ ചോദ്യങ്ങളും ആ രീതിയിൽ പറഞ്ഞ സമയം കൂടുതലായിപ്പോയി. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ദൈവത്തിന്റെ കൃപയാൽ ഈ പട്ടക്കാരൻ അല്ലെങ്കിൽ ഈ പട്ടത്വത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തി ഏറ്റുപറയേണ്ടതാണ്, ജനത്തിന്റെ മുമ്പേ പ്രഖ്യാപിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ നമുക്ക് 2 തരത്തിലെ കോൾ ഫ്രം ഗോഡ് ആസ് വെൽ ആസ് എ കോൾ ഫ്രം ദ കാൻഡിഡേറ്റ് ഹിംസെൽഫ്. വീണ്ടും ഇതെല്ലാം ഏറ്റു പറഞ്ഞതിന് ശേഷം ഈ ദൈവത്തിന്റെ പ്രതിപുരുഷനായി പ്രവർത്തിക്കുന്ന ബിഷപ്പ് ഈ കാൻഡിഡേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൻഡിഡേറ്റ് മുട്ടുകുത്തുന്നു. ബിഷപ്പ് തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. പ്രഥമമായി ശുശ്രൂഷയ്ക്ക് വേണ്ടിയും ദൈവാത്മാവിനെ അയക്കണമേ എന്നുള്ള പ്രാർത്ഥന. അതിലൂടെ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം പട്ടക്കാരനിൽ വരുന്നു. എന്നിട്ട് ബിഷപ്പ് പറയുന്നു, നിങ്ങളെ നിയമിച്ചാക്കുന്ന ഇടവകകളിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിപ്പാനും സാക്രമന്തുകൾ ആചരിപ്പാനും നിങ്ങൾ പ്രാപ്തിയുള്ള ഇതാകേണ്ടതിന് ഇതിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞ് ബൈബിൾ കൊടുക്കുന്നു. വലം കൈ കൊടുത്ത് ശുശ്രൂഷയിലേക്ക്, സഭയിലേക്ക് സ്വീകരിക്കുന്നു. ഒടുവിലായി ദൈവത്തിന്റെ പ്രസ്ബിറ്റർ ആയിരിക്കുന്നു എന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രഖ്യാപിക്കുന്നതോടു കൂടിയാണ് പട്ടക്കാരനായി സഭയിൽ അറിയപ്പെടുന്നത്, അംഗീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു പട്ടത്തെ ശുശ്രൂഷ എന്ന് പറയുമ്പം ഇത് ഒരു മനുഷ്യന്റെ യാത്രയല്ല എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിന്റെ പ്രത്യേക ദൈവത്തിന്റെ വിളിയുടെ, ദൈവത്തിന്റെ കരുതലിന്റെ, ജനത്തിന്റെ സ്വീകാര്യത്തിന്റെ ഒക്കെയുള്ള ഒരു അനുഭവമാണ് പട്ടത്വ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇന്നത്തെ വേദഭാഗങ്ങളിൽ നിന്ന് ചില ചിന്തകൾ പങ്കുവയ്ക്കാനായി ഞാൻ ശ്രമിക്കുകയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായം 12 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് പഴയ നിയമത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. ശൗൽ ദാവീദിനെ കൊല്ലുവാനായിട്ട് പദ്ധതിയിട്ടു. അഹീമേലേക്ക് എന്ന പുരോഹിതൻ അവന് ഭക്ഷണവും പിന്നെ രക്ഷപ്പെടുവാനായി വാളും കൊടുത്തു. മാത്രമല്ല അവന് വേണ്ടി യഹോവയുടെ അരുളപ്പാട് ചോദിച്ചു. രാജാവിന്റെ മരുമകനായതുകൊണ്ടും മകളുടെ ഭർത്താവായതുകൊണ്ടും
അവൻ ആയതുകൊണ്ടും മാത്രമല്ല വളരെ മാന്യനായതുകൊണ്ടും അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ ശൗൽ ഈ വസ്തുത മനസ്സിലാക്കി ഈ അബീമേലെക്കിനെയും അഹീമേലെക്കിനെയും അവന്റെ പിതൃഭവനക്കാരായ നോബിലെ സകല പുരോഹിതന്മാരെയും കൊല്ലുവാനായി തന്റെ അരികെയുള്ള അകമ്പടിക്കാരോട് കൽപ്പിച്ചു. എന്നാൽ അവരെ കൊല്ലുവാൻ ശ്രമിച്ചില്ല. രാജാവിന്റെ ഭൃത്യന്മാർ അതിന് തുനിഞ്ഞില്ല. ഒടുവിലായ രാജാവ് ദോവഗിനോട് കൽപ്പിച്ചു, അവൻ ചെന്ന് അഹീമേലെക്കിന്റെ കുടുംബത്തെ സകല വസ്തുവകകളും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ സംഹരിച്ചു എന്ന് ദൈവവചനത്തിൽ നിന്ന് വായിക്കുന്നു. എന്നാൽ അഹീമേലെക്കിന്റെ പുത്രന്മാരിൽ അബ്യാഥാൻ എന്ന് പറയുന്ന ഒരുത്തൻ തെറ്റി ഒഴിഞ്ഞ് ദാവീദിന്റെ അടുക്കൽ വന്നു. ദാവീദിന്റെ അടുക്കൽ വരികയും ദാവീദ് അവന് അഭയം നൽകുകയും ചെയ്തു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നു. 1 ശമൂവേൽ 26:9 അനുസരിച്ചിട്ട് ദാവീദ് അബിശായിയോട് അവനെ നശിപ്പിക്കരുത്, യഹോവയുടെ അഭിഷിക്തന്റെ മേലെ കൈവച്ചിട്ട് ആർ ശിക്ഷ അനുഭവിക്കാതെ പോകും എന്ന് പറഞ്ഞു. അപ്പൊ യഹോവയുടെ അഭിഷിക്തനെ കൊല്ലുവാനോ അവനെതിരെ കൈവയ്ക്കുവാനോ അവനെതിരെ കൈ ഓങ്ങുവാനോ അധികാരമുണ്ടായിരുന്നില്ല. ശൗലിനെ കൊല്ലുവാനായി ദാവീദിന് അവസരം കിട്ടിയിട്ട് പോലും ദാവീദിന് ശൗലിനെ അഭിഷേകം ചെയ്തത് ദൈവത്തിന്റെ കൽപ്പനയാലാണ്. ആ കാരണത്താൽ അവനെ കൊന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. അത്രമാത്രം സാങ്ക്ടിറ്റി, അത്രമാത്രം അംഗീകാരം ഈ ശുശ്രൂഷയിലേക്ക്, ഓടൻ ശുശ്രൂഷയിലേക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നുവരെയും പട്ടക്കാരെ ജനങ്ങൾ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്, ഒരുപക്ഷെ സഹിക്കുന്നത്, ക്ഷമിക്കുന്നത് ഒക്കെയും. ദൈവം അവരെ വിളിച്ചിരിക്കുന്നു, ദൈവത്തിന്റെ കരം അവരെ സ്പർശിച്ചിരിക്കുന്നു എന്നതിൻ്റെ പൂർണ്ണമായ ബോധ്യം ഈ പഴയ നിയമ വേദഭാഗം പഠിക്കുമ്പോൾ നാം അറിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 21-ാം 15 മുതൽ 19 വരെയാണല്ലോ ഇന്നത്തെ സുവിശേഷ വേദഭാഗം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് വളരെ പരിചയമുള്ള കാര്യമാണ്. പത്രോസിന്റെ ജീവിതത്തിലെ ബലഹീനതകളും ചില ഉന്നതികളും നന്മകളും തിന്മകളും ഒക്കെ ചേർന്ന ഒരനുഭവമാണ്. പലപ്പോഴും അവനെ ശാസിക്കുകയും നന്മകൾ കാണുമ്പോൾ അവനെ അഭിനന്ദിക്കുകയും ശ്ലാഘിക്കുകയും ഒക്കെ കർത്താവ് ചെയ്തിരുന്നു. എന്നാൽ അവൻ വീണ്ടും വീണ്ടും ഈ ശുശ്രൂഷയിൽ നിന്ന് മാറിപ്പോയി. 21-ാം അധ്യായത്തിൽ അതിന്റെ 15 മുതൽ 19 വാക്യങ്ങളിൽ അവനെ ഈ ശുശ്രൂഷയ്ക്ക് കൊണ്ട് ഉറപ്പിക്കുന്ന, നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു ഓർഡിനേഷൻ, കടൽക്കരയിൽ വെച്ച് നടത്തുന്ന ഒരു ഓർഡിനേഷൻ ആണ് എന്ന് ഈ ഭാഗത്തിലൂടെ നാം ഗ്രഹിക്കുന്നു. 3 ചോദ്യമാണ് ചോദിക്കുന്നത്. അത് അജപാലനത്തിലേക്കുള്ള, ആ പാലനത്തിലേക്കുള്ള ഒരു യാത്ര, ഈ സേവനത്തിലേക്കുള്ള താല്പര്യം അരക്കിട്ടുറപ്പിക്കുവാനായിരുന്നു എന്ന് നാം അറിയുന്നു. യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതിന്റെ പശ്ചാത്തലമുണ്ട്. ഈ ചുറ്റുപാടുകൾ, ഈ സാഹചര്യം, ഈ കടൽ, ഈ അപ്പനും അമ്മയും, ഈ സ്നേഹിതന്മാർ, ഈ തൊഴിൽ, ഇതെല്ലാം അതിനപ്പുറമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന ചോദ്യം. ഗ്രീക്കിൽ സ്നേഹത്തിന് 3 പദങ്ങളാണുള്ളത്. ഒന്ന് അഗപ്പാൻ, അഗപ്പേ, ദൈവസ്നേഹം, ദിവ്യമായ സ്നേഹം. 2 ഫിലോൻ, ഫിലോ, കൂട്ടുകാർ തമ്മിലുള്ള സ്നേഹം, സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹം. 3 എറോസ്, എറോസൻ, സെക്സ്വൽ, ലൈംഗിക ബന്ധം. ഇങ്ങനെ 3 പദങ്ങളാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ യേശു ചോദിക്കുകയാണ്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് അകപ്പാനുണ്ടോ? ദിവ്യമായ സ്നേഹമുണ്ടോ? ദിവ്യ സ്നേഹമുണ്ടോ? അപ്പോഴ് പത്രോസ് പറയുന്നു, എനിക്ക് നിന്നോട് ഫിലിയോനുണ്ട്, എനിക്ക് ദിവ്യമായ സ്നേഹമില്ല. അങ്ങനെയുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. 3 പ്രാവശ്യം ഈ ചോദ്യം ആവർത്തിക്കുന്നു. ആദ്യം കുഞ്ഞാടുകളെ പാലിക്കുക, 2ാമത് ആടുകളെ പാലിക്കുക, 3ാമത് എന്റെ ആടുകളെ മേയ്ക്ക എന്നുള്ള രീതിയിൽ അവനോട് ഈ ചോദ്യത്തോടൊപ്പം തന്നെ ഉത്തരവും നൽകുന്നതായി നാം മനസ്സിലാക്കാൻ സാധിക്കുന്നു. 3ാമത്തെ ചോദ്യത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. യേശു വീണ്ടും അവനോട് ചോദിക്കുന്നു, നിനക്ക് എന്നോട് അകപ്പാനെങ്കിലും ഉണ്ടോ? നിനക്ക് എന്നോട് ഫിലോനെങ്കിലും ഉണ്ടോ?
രണ്ട് മലയാളം പദങ്ങൾ കൊണ്ടാണ് സ്നേഹത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് സ്നേഹമുണ്ടോ പ്രിയമുണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അകപ്പാൻ നിനക്ക് ഇല്ല എങ്കിൽ നിനക്ക് എന്നോട് നിനക്ക് ഫിലിയോനെങ്കിലും ഉണ്ടോ, പ്രിയമെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ പത്രോസിന് വളരെയധികം ദുഃഖമുണ്ടായി, വേദനയുണ്ടായി എന്ന് നാം അറിയുന്നു. പക്ഷെ പത്രോസ് എപ്പോഴും പറഞ്ഞ ഒരു ആവർത്തിച്ച് പറഞ്ഞ ഒരു വസ്തുതയുണ്ട്, എല്ലാം നീ അറിയുന്നു, എല്ലാം നീ അറിയുന്നു. ഓർഡിനേഷന്റെ ചോദ്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ ദൈവം സഹായിച്ചാൽ എന്നുള്ള രീതിയിലുള്ള ഉത്തരങ്ങളാണ് പട്ടക്കാരൻ മേൽപ്പട്ടക്കാരനോട് പറയുന്നത്, അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്നത്. ഒടുവിലായി അവനെക്കുറിച്ച്, അവന്റെ മരണത്തെക്കുറിച്ച്, അവന്റെ നടത്തിപ്പിനെ കുറിച്ച്, നീ നിന്റെ നല്ല പ്രായത്ത് യൗവനക്കാരനായിരുന്നപ്പോ ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി, ഇനി മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോവുകയും തുടർന്ന് അവന്റെ മരണത്തെക്കുറിച്ച് സംസാരിച്ചു എന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ ആഗ്രഹിക്കുന്നു. അത് റോമിൽ വെച്ച് സംഭവിക്കുകയും ചെയ്തു. തലകീഴായി ക്രൂശിതനായി കർത്താവ് ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാനായി പത്രോസിന് സാധിച്ചു എന്നതിൽ ദൈവത്തിന് സ്തോത്രം പറയുന്നു. പട്ടത്ത ശുശ്രൂഷ ക്രിസ്തുവിന്റെ മുറിവുകളാൽ അടയാളപ്പെടുത്തിയതാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. ഓർഡൈൻഡ് മിനിസ്ട്രി ഈസ് മാർക്ഡ് ബൈ ദ വൂണ്ട്സ് ഓഫ് ക്രൈസ്റ്റ്. ഇന്നത്തെ പാഠഭാഗത്ത് ഗലാത്യ ലേഖനം 6:14 അവിടെ രേഖപ്പെടുത്തുന്നു, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. അവന്റെ പ്രശംസ എന്ന് പറയുന്നത്, അവന്റെ ടച്ച് എന്ന് പറയുന്നത്, അവന്റെ ബലമെന്ന് പറയുന്നത്, അവന്റെ പുകഴ്ച എന്ന് പറയുന്നത് ക്രൂശാണ്, ക്രൂശിന്റെ ശക്തിയാണ്. യോഹന്നാൻ സുവിശേഷം 20:20-21 നാം വായിക്കുമ്പോൾ 20 കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു, അവർ വളരെയധികം സന്തോഷിച്ചു. എന്നിട്ട് 21 യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പോകുന്നിടത്തും പോകുന്ന പള്ളികളിലും എല്ലാം പട്ടുമെത്ത കിട്ടും എന്നുള്ള പ്രതീക്ഷ ചിലപ്പോൾ കിട്ടിയേക്കും. പക്ഷേ മുറിവുകളാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഈ ശുശ്രൂഷ മുറിവുകളാൽ രേഖപ്പെടുത്തിയതാണ്. മുറിയുന്ന ശുശ്രൂഷയാണ്, വേദനിക്കുന്ന ശുശ്രൂഷയാണ്, ക്രൂശിന്റെ ശുശ്രൂഷയാണ്. ക്രിസ്തുവിന്റെ മുറിപ്പാടുകൾ മുദ്രണം ചെയ്തതാണ് പട്ടത്വ ശുശ്രൂഷ എന്ന് പറയുന്നത്. കുരിശിന്റെ പ്രശംസനീയതയും അഭിമാനവും മുദ്രയാക്കിയ അജപാലനമാണ് യേശു ക്രിസ്തു പട്ടത്വ ശുശ്രൂഷയിലേക്ക് വരുന്ന ആളുകൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം കൈയും കാലും കാണിച്ചു, തന്റെ മുറിപ്പാടുകൾ കാണിച്ചു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പിതാവ് എന്നെ അയച്ചപ്പോൾ എനിക്ക് കിട്ടിയ സമ്മാനം ഇതാണ്, എന്നാലും ഞാൻ സമാധാനം പറയുന്നു. വെളിപ്പാട് പുസ്തകം 1:16 അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. 20 പറയുന്നു 7 നക്ഷത്രം 7 സഭയുടെ ദൂതന്മാരാണ്. പട്ടക്കാർ, സഭയുടെ ദൂതന്മാർ യേശുക്രിസ്തുവിന്റെ വലത് കരത്തിലാണെന്നുള്ള ആ ഒരു രൂപകമാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7 നിലവിളക്കുകൾ 7 സഭയാണ്. അക്കാരണത്താൽ പട്ടക്കാരന്റെ സ്ഥാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ വലങ്കരത്തിലാണ്. അവന്റെ മുറിപ്പാടുകൾ ഉള്ള ആ കരത്തിലാണ്, ആ ആണിപ്പാടുകളുള്ള അവന്റെ കരത്തിലാണ്, മുറിവുള്ള ശരീരത്തോട് ചേർന്നുള്ള അനുഭവത്തിലാണ് പട്ടത്വ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പൊ ഈ യേശുക്രിസ്തുവിന്റെ മുറിവുകളാണ് ഒരു പട്ടക്കാരന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ മുറിവുകളാൽ അടയാളപ്പെടുത്തിയതും, ക്രിസ്തുവിന്റെ മുറിവുകളാൽ സ്പർശിക്കപ്പെട്ടതും, ക്രിസ്തുവിന്റെ മുറിവുകളാൽ ബലപ്പെട്ടതും, യേശുക്രിസ്തുവിന്റെ മുറിവുകളാൽ പ്രശംസിക്കപ്പെട്ടതും, യേശുക്രിസ്തുവിന്റെ മുറിവുകളാൽ അലങ്കാരികമായതും, യേശുവിന്റെ മുറിവുകളാൽ ശക്തിപ്പെട്ടതുമായ ഒരു ശുശ്രൂഷയാണ് പട്ടത്വ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പട്ടത്വ ശുശ്രൂഷയെ ജനങ്ങൾ മാനിക്കുന്നത്, സഭാജനങ്ങൾ മാനിക്കുന്നത്. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
വാത്സല്യവനായ കർത്താവെ, പട്ടത്വ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഈ ശുശ്രൂഷ കർത്താവെ, ഇതിൻ്റെ അതോറിറ്റി, ആധികാരികത ദൈവത്തിനുള്ളതാണ്. ദൈവം തന്ന അധികാരമാണ്. ആ അധികാരം ദൈവത്തിൻ്റെ തന്നെയാണ്. കർത്താവെ, വിളിച്ചതിനും ശുശ്രൂഷ ഏൽപ്പിച്ചതിനുമായി സ്തോത്രം. കർത്താവെ, അതിൻ്റെ ഉത്തരവാദിത്വം ജനങ്ങളിൽ നിറവേറ്റുവാൻ സാക്രമെന്റ് കൊണ്ടും ഉപദേശം കൊണ്ടും സഹകരണം കൊണ്ടും സാന്നിധ്യം കൊണ്ടും വിശ്വസ്തത കൊണ്ടും നിറവേറ്റുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലവട്ടം പത്രോസിനോട് ക്ഷമിച്ചതുപോലെ ശുശ്രൂഷയിലെ ബലഹീനതകളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയുടെ അഭിഷക്തനെ കൊല്ലുവാനോ ഉപദ്രവിക്കുവാനോ പാടില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ആ മാന്യത ഇന്നും ജനത്തിൻ്റെ മധ്യത്തിൽ നിലനിൽക്കുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. കർത്താവേ, പത്രോസിനെ വിളിച്ചല്ലോ, നീ വേലധികമായി എന്നെ സ്നേഹിക്കുന്നു. നിനക്ക് എന്നോട് അകപ്പാനുണ്ടോ? ദൈവമായ സ്നേഹമുണ്ടോ? എനിക്കതില്ല. നിന്നോട് ഫിലിയോനേ ഉള്ളൂ. സ്നേഹിതരോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. നിനക്കതെങ്കിലും ഉണ്ടോ? അവൻ കരഞ്ഞു, ദുഃഖിച്ചു. അവനെ ശക്തിപ്പെടുത്തി. കർത്താവെ, മരണത്തെ വരിക്കുവാൻ, യേശുവിന് വേണ്ടി തലകീഴായി മരിക്കുവാൻ ദൈവവനെ ശക്തിപ്പെടുത്തി. ഈ ശുശ്രൂഷ യേശുവിൻ്റെ മുറിവുകളാൽ അടയാളപ്പെടുത്തിയാണ് കർത്താവെ. അത് അഭിമാനമാണ്. ആ ക്രൂശിൻ്റെ മുദ്ര, അടയാളം, ആ ചൂടടയാളം എല്ലാ പട്ടക്കാർക്കും നൽകുന്നതുകൊണ്ടും നൽകിയിരിക്കുന്നതുകൊണ്ടും ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അനുഗ്രഹിക്കണമേ ഞങ്ങളെ ശുശ്രൂഷ എല്ലാ പട്ടക്കാരെയും, ഇപ്പം ജീവനോടിരിക്കുന്നവരെയും ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് നന്ദിയോടുകൂടി അങ്ങേക്ക് സ്തോത്രം പറയുന്നു. തുറന്നെ പ്രവർത്തിക്കേണ്ടവരെയും അങ്ങ് ഒരുക്കിക്കൊണ്ടിരിക്കണമേ. പ്രതിസന്ധിയുള്ള ഈ കാലഘട്ടത്തിൽ കർത്താവെ, അവിടുത്തെ ശക്തിയും കൃപയും അവർക്ക് ധാരാളമായി നൽകി അനുഗ്രഹിക്കണം. ഞങ്ങളുടെ സഭയെ, ദൈവമക്കളെ, ഈ വചനം കേട്ട എല്ലാവരെയും ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനോടെ മരിച്ചവരെ ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും വിശുദ്ധമായ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ വണക്കാം. ദൈവമേ, നിന്നെ സ്തുതിച്ച് ആരാധിപ്പാനും നിന്റെ മാലാഖമാരുടെ കാവലിൽ ഞങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ സുഖമായി ഉറങ്ങുവാനും കൃപ ചെയ്തതിന് നിനക്ക് നന്ദിയും സ്തോത്രവും ഈ പ്രഭാതയാമത്തിൽ സമർപ്പിക്കുന്നു. യേശുനാഥ, ഈ നശ്വര ലോകത്തിൽ അടിയങ്ങൾ ജീവിക്കുമ്പോൾ അന്യായക്കാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. നിന്റെ തിരുവചനം ധ്യാനിച്ചും നിന്റെ തിരുശരീരങ്ങൾ ഭക്ഷിച്ചും ഞങ്ങൾ നിന്നിൽ ജീവിക്കുന്നതിനും ഞങ്ങളിൽ നീ വസിക്കുന്നതിനും നിന്റെ വിശുദ്ധ പ്രബലതയിൽ ഞങ്ങൾ ഇമ്പപ്പെടുകയും ചെയ്യുമാറാകണമേ. ദൈവമേ, നിന്റെ ദിവ്യ സമാധാനം കൊണ്ട് ഞങ്ങളുടെ ഭവനത്തെ നീ നിറയ്ക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് നമ്മുടെ സഭയെയും സഭാജനങ്ങളെയും പുരോഹിത ശ്രേഷ്ഠരെയും അത്ഭുതകരമായി വഴി നടത്തിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇനിയും മുമ്പോട്ടുള്ള പ്രയാണത്തിൽ
സഭാജനങ്ങൾ പരസ്പരം സ്നേഹവും ഐക്യവും ഒത്തൊരുമയുമുള്ളവരായി മുന്നേറുവാൻ സഹായിക്കണമേ. നമ്മുടെ സഭയിലെ അച്ഛനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സഭയിലുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഗ്രേസി ആൻറ്റി, നെമു ആൻറ്റി, ലിൻസിയുടെ പപ്പ, മമ്മി, വാർദ്ധക്യത്തിലുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സൺഡേ സ്കൂൾ, യൂത്ത് ഫെലോഷിപ്പ്, വുമൻസ് ഫെലോഷിപ്പ്, കോയർ, ചർച്ച് കമ്മിറ്റി, ബിൽഡിംഗ് കമ്മിറ്റി എന്നിവയെല്ലാം ശരിയായ രീതിയിൽ നടത്തപ്പെടുവാൻ സഹായിക്കണമേ. കർത്താവെ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം, ജോലി, യഥാസമയത്തുള്ള വിവാഹം, സന്മാർഗത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്നതിനുള്ള ദൈവകൃപ എന്നീ അനുഗ്രഹങ്ങളെല്ലാം ധാരാളമായി നൽകി അനുഗ്രഹിക്കണമേ. സ്വന്തമായ ഒരാലയം എത്രയും വേഗം നിർമ്മിക്കേണ്ടതിനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പള്ളിപ്പണിയുടെ നടപടികൾ വേഗതയിൽ ക്രമീകരിക്കുന്നതിനും സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവെ, ഈ ആഴ്ചവട്ടം മുഴുവനും ഞങ്ങളുടെ വീട്ടിലും വെളിയിലും ഞങ്ങൾ നിർവഹിക്കേണ്ട എല്ലാ ജോലികളും ചുമതലകളും സേവനങ്ങളും വിശ്വസ്തയോടുകൂടെ നിറവേറ്റുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും മനോഭാവവും എല്ലാം നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുന്നവ ആയിരിക്കണമേ. ദിനം പ്രതിയുള്ള ജോലികളിൽ നിന്ന് ഞങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്ന വിശ്രമ സമയം നിന്നോടും നിന്റെ മക്കളോടുമുള്ള കൂട്ടായ്മയിലും ദൈവരാജ്യ സേവനത്തിനും അധികമായി കഴിപ്പാൻ സഹായിക്കണമേ. പൊറുക്കാവ്യാധികളാലും പകർച്ചവ്യാധികളാലും കഷ്ടപ്പെടുന്നവരെ ഞങ്ങൾ സഹതാപപൂർവ്വം ഓർക്കുന്നു. അവരുടെ ആശ്വാസത്തിനായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ആശുപത്രികൾ, അതിരശാലകൾ എന്നിവയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഷ്ഠരോഗികളെയും ക്ഷയരോഗികളെയും അതിവേദനയുടെ രാപ്പകൾ കഴിക്കുന്ന ക്യാൻസർ രോഗികളെയും കടാശിക്കണമേ. ക്രൂശിലെ അതിവേദനകൾ ക്ഷമയോടെ സഹിച്ചവനെ ഇവർക്കും സഹിഷ്ണുതയും ക്ഷമയും കൊടുക്കണമേ. ആശുപത്രികൾക്ക് സഹായം ചെയ്യുന്ന എല്ലാ സമൂഹങ്ങളെയും വ്യക്തികളെയും നന്ദിയോടെ ഓർമ്മിച്ച് സ്തോത്രം ചെയ്യുന്നു. അവർക്കെല്ലാം ആവശ്യമുള്ള സഹായങ്ങളും നടത്തിപ്പുകളും നൽകണമേ. സകല ജ്ഞാനത്തിന്റെയും ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിലുള്ള ഞങ്ങളുടെ ആജ്ഞതയും നീ അറിയുന്നു. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിക്കുവാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുൻപാകെ സമർപ്പിക്കുവാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സലിവുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടപ്പെടുമാറാകണമേ. ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. Glory be to God. Welcome one and all in the precious name of our Lord and Savior, Jesus Christ. Today at 11 a.m. after the online worship service, we would be celebrating the Holy Communion at the residence of Jinnu in Petra Park. All those who are interested in partaking at the Lord's table are welcome to join us. Any of you are interested in hosting the communion, do let us know. We can organize it at your residence as well. Please continue to pray for our project, our church, the choir, Sunday school, women's fellowship, building committee and pastorate committee. Any of us interested in offering to the Lord are also welcome to do so electronically. Thank you, Achan, Rijo and family for helping us bring this worship. God bless us all. Thank you. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ.
രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ദൈവത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ വരമേൽപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിച്ച് നമ്മോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നമ്മുടെ മേൽ ഉയർത്തി നമുക്കെല്ലാവർക്കും സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിന്റെ കൃപയും സമാധാനവും നാം എല്ലാവരോടും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Golden dawn.